Good morning, all. Am I audible? Okay. എന്ത് പറ്റി ആരും ഒന്നും ഒരു ഉഷാറില്ലല്ലോ ജോയിൻ ചെയ്യാനായിട്ട് ഓൺലി 58 സ്റ്റുഡൻസ് ജോയിൻഡ് ആസ്ക് എവരി വൺ ടു ജോയിൻ ഫസ്റ്റ് ഇന്ന് എക്സാംസ് ഒന്നും ഇല്ലല്ലോ രാവിലെ സപ്ലൈ എക്സാം ഒന്നും ഇല്ലല്ലോ ഉച്ച കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് സപ്ലൈ we're going to start the new module today അപ്പോൾ മാക്സിമം വേഗം ഇറ്റ്സ് ഓൾറെഡി 10:14 4 മിനിറ്റ് നമ്മുടെ പോയി ജിബിൻ ദീക്ഷ അജിത് ആർദ്ര ഒന്ന് പറയൂ എവിടെയാണ് കുട്ടികൾ ഇറ്റ്സ് ഓൺലി 63 സ്റ്റുഡൻസ് ജോയിൻഡ് 10-30 പേര് ഇപ്പോഴില്ല ഐഇസിന്റെ സപ്ലി ഉണ്ട് ഏതിന്റെയാണ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സിന് സപ്ലൈയോ S1 ന്റെയോ ആ സർ
Okay, there is no point in waiting. We will start. It's already 10:15 now. We will start the new module, module 3. Power electronics in the third module ആണ്. Power electronics in the last module ആണ്. Switched mode inverters. അതാണ് ഈ മൊഡ്യൂളിന്റെ പേര്. അപ്പോൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഇൻവെർട്ടേഴ്സ്. അപ്പൊ എന്താണ് ഇൻവെർട്ടേഴ്സ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഞാനൊരു ക്വിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ സപ്ലി എക്സാംസ് ആണ്, തിരക്കാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ ഞാനൊന്നും റെസ്പോണ്ട് ചെയ്യാതിരുന്നത്. ഇന്നലെ സർക്യൂട്ട്സിന്റെ എക്സാം ആയിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എപ്പോഴെങ്കിലും ഈ പ്രീവിയസ് മൊഡ്യൂളിന്റെ ഹാഫ് പോർഷന്റെ ക്വിസ് നടത്താം. ദെൻ ഈ മന്ത് അവസാനം ആകുമ്പോഴേക്കും നിങ്ങളുടെ സെക്കൻഡ് സീരീസ് എക്സാം വരും. Then probably in this week or next week, probably in this week you will have a parents and teachers meeting, PTA meeting ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ടൈം സ്ലോട്ട് ഒന്നും വന്നിട്ടില്ല. ടൈം സ്ലോട്ട് നിങ്ങൾ അറിയിക്കും. ഓൺലൈൻ ആയതുകൊണ്ട് എന്തായാലും എല്ലാവരുടെയും പാരന്റ്സിനും ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസംബർ ലാസ്റ്റില് അല്ലെങ്കിൽ ജാനുവരി ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവും. ജാനുവരിയിലായിരിക്കും പ്രോബബ്ലി ഡിസംബർ 29th സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ജാനുവരി ഹാഫോട് കൂടിയോ അല്ലെങ്കിൽ ജാനുവരി ഫസ്റ്റ് വീക്കോട് കൂടിയോ നിങ്ങളുടെ എക്സാംസ് ഉണ്ടാവും. ഇപ്പം കോളേജസ് പെട്ടെന്ന് തുറക്കാൻ പറ്റില്ലായിരിക്കും, എന്നാലും പയ്യെ ഓപ്പൺ ആവും. കാരണം ഇപ്പൊ നവംബർ 16th കൂടി സ്കൂൾസ് ഒക്കെ ഓപ്പൺ ആക്കാന്നൊക്കെ പറയുന്നത് കേട്ടു. ഒന്നും അറിയില്ല. എന്തായാലും ഹോസ്റ്റൽ ഫെസിലിറ്റി ഒന്നും ശരിയാവാതെ റെഗുലർ ക്ലാസ്സസ് തുടങ്ങാൻ പറ്റുമെന്നും എനിക്കറിയില്ല. എന്തായാലും എക്സാംസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ ഉണ്ട്. കാരണം എക്സാം സെല്ലിൽ കുറെ ആൻസർ ഷീറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത സെമ്മിന്റെ എക്സാമിനുള്ളതാണെന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. സോ പ്രിപ്പയർ, നന്നായിട്ട് പഠിക്കുക. സോ വി വിൽ ബിഗിൻ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോ ദ ഫസ്റ്റ് ടോപ്പിക് in this module we are going to deal about some inverters. ഇൻവെർട്ടേഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെയൊക്കെ വീടുകളിലും പലയിടത്തും നമ്മൾ ഇൻവെർട്ടേഴ്സ് കണ്ടിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് ആർ നത്തിങ് ബട്ട് they convert the DC into AC. DC into AC converters ആണ് inverters. Okay, so we will discuss about the inverters, their working, different types of inverters and all. And then UPS, uninterruptible power supply. ഈ UPS നെ കുറിച്ച് നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ടാവും. കാരണം കമ്പ്യൂട്ടേഴ്സ്, ഡെസ്ക്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ വി ആർ ഫെമിലിയർ വിത്ത് UPS. ദെൻ അതിന്റെ എങ്ങനെയാണ് അതിന്റെ സ്വിച്ചിങ് കാര്യങ്ങൾ, എങ്ങനെയാണ് അതിന്റെ ഓപ്പറേഷൻ കാര്യങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് UPS ബിക്കോസ് UPS ആണ് നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളത് UPS ആണ്. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് UPS. ഓക്കെ, UPS ഈസ് uninterruptible power supply. എന്താണ് UPS ഞാൻ ചോദിക്കുന്നു. Can somebody say what is UPS? നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞു. ഞാൻ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുൽ, ആർ യു ഓൺലൈൻ? അതുൽ ഉണ്ടാവോ? യെസ്, അതുൽ എന്താണ്? ഹലോ സാറേ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. അൺഇന്ററപ്റ്റബിൾ പവർ സപ്ലൈ അതെന്താണ്? ഒരു പ്രാക്ടിക്കൽ യൂസ് പറയാമോ? പ്രാക്ടിക്കൽ യൂസ് വീട്ടിലെ UPS എവിടെ ഉപയോഗിക്കാറ്? അതെ അതെ, എമർജൻസി പവർ അങ്ങനെയൊക്കെ അല്ലേ? ഓക്കെ, UPS യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ കമ്പ്യൂട്ടേഴ്സിനാണ്. ഓക്കെ ഫൈൻ. UPS normally we are using UPS for computers, desktop കമ്പ്യൂട്ടേഴ്സിനാണ് നമ്മൾ UPS യൂസ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് എന്താ പറയാ, സഡൻ ടേൺ ഓഫ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പവർ സപ്ലൈ ഫെയിലിയർ വന്നാൽ പെട്ടെന്ന് തന്നെ നേരിട്ട് അത് ഓഫ് ആയി പോകാതിരിക്കാനുള്ള ഒരു സർക്യൂട്ടെന്നോ അല്ലെങ്കിൽ എക്യുപ്മെന്റെന്നോ ഡിവൈസിനോ ഒക്കെ പറയാം UPS-നെ. ഓക്കെ, അപ്പൊ അതിന് 1-2 ഫീച്ചേഴ്സ് ഉണ്ട്. ഇറ്റ് ഈസ് എ ബാറ്ററി ഓപ്പറേറ്റഡ്, ഇറ്റ് ഈസ് ബാറ്ററി ഉണ്ട്, പക്ഷേ ഇതിനൊരു ലോങ് ഡ്യൂറേഷനിൽ നമുക്ക് കിട്ടില്ല. മേ ബി ഒരു 30 minutes അല്ലെങ്കിൽ ഒരു 15 minutes അല്ലെങ്കിൽ ഒരു 10 minutes ഒക്കെ നമുക്ക് ഇതിൽ നിന്നൊരു ബാക്കപ്പ് കിട്ടുള്ളൂ. സോ ദ ബാക്കപ്പ് ടൈം ഈസ് വെരി ലെസ്
for UPS. അതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. UPS എന്ന് പറഞ്ഞാല് നമുക്ക് ഇതേപോലെ തന്നെ ഡിവൈസ്, നമുക്ക് സെക്യൂരിറ്റി വേണ്ടതാണ്. പെട്ടെന്ന് ടേൺ ഓഫ് ആയി പോകാതെ ഇരിക്കേണ്ട ആവശ്യമുള്ള ഡിവൈസുകൾ എന്താണോ, എക്യുപ്മെന്റ്സ് എന്താണോ, അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ് UPS യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് നമ്മുടെ കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പിന് ഓൾറെഡി ബാറ്ററീസ് വരുന്നുണ്ട്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, പിന്നെ ഒരുപാട് എന്താ പറയാ ഇലക്ട്രോണിക് ഡിവൈസസുകളും സർക്യൂട്ടുകളും ഉണ്ട്. അതൊക്കെ നമുക്ക് ചുമ്മാ 2 എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സോ then another feature is fast switching. കറണ്ട് പോയിട്ട് 1 സെക്കൻഡോ 2 സെക്കൻഡോ കഴിഞ്ഞിട്ടല്ല UPS ഓൺ ആവുന്നത്. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ. ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് എന്താ പറയാ 1 or 2 or 3 മൈക്രോ സെക്കൻഡ്സ് ഒക്കെ ടൈം അവിടെ എടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ദേ ആർ വെരി ഫാസ്റ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിവൈസ് ടേൺ ഓഫ് ആയി പോവാതെയോ അതിനൊരു ഇന്ററപ്ഷനോ വരാത്ത രീതിയിൽ ഫാസ്റ്റ് സ്വിച്ചിങ് ആയിരിക്കും UPS. ഓക്കെ, so first point, many devices, processes and systems which rely on AC power like computers need a power backup all the time. അപ്പോൾ നമുക്കറിയാം in UPS എന്ന് പറഞ്ഞാൽ they are providing AC signals. AC signals ആണ്, അല്ലെങ്കിൽ AC സപ്ലൈ ആണ്. നമുക്ക് 230 വോൾട്ട് വേണം എന്ന് പറയുമ്പോൾ 230 വോൾട്ട് ആണ് അത് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ an uninterruptible power supply also. നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണുന്ന കഴ്സർ, ഹലോ, കാണാം സാർ. ഓക്കെ ഫൈൻ. ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് ജോയിൻ ചെയ്തിരുന്നു, എനിക്ക് മൊബൈലിൽ അത് കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഫൈൻ. സോ സെക്കൻഡ് പോയിന്റ്, an uninterruptible power supply or UPS, it's a battery or backup. It is an electrical apparatus that provides emergency power to a load when the input power source or main power fails. Obvious ആണ്, നമുക്കറിയാം. നമ്മുടെ മെയിൻസോ അല്ലെങ്കിൽ മെയിൻ സപ്ലൈ ഓഫ് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പിന് വേണ്ടിയിട്ടാണ് UPS യൂസ് ചെയ്യുന്നത്. A UPS differs from an auxiliary or emergency power system or standby generator in that near instantaneous protection from input power interruptions. That is, a UPS is different from inverters, power generators. The reason is these UPS will have a instantaneous protection, near instantaneous protection from the input power interruptions. ഇൻപുട്ടിലെ പവർ ഫെയിലിയർ വന്നാല് നിയർ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയാനുള്ള കാരണം ഒരു 2 to 4 മൈക്രോ സെക്കൻഡ്സ്, മില്ലി സെക്കൻഡ്സ് അല്ല, മൈക്രോ സെക്കൻഡ്സ് ടൈം അവിടെ സ്വിച്ചിങ്ങിന് എടുക്കുന്നുണ്ട്. അത്ര ചെറിയൊരു ടൈം ഡ്യൂറേഷനുള്ളിൽ സ്വിച്ചിങ് നടക്കുന്നത് കൊണ്ടാണ് UPS ഈസ് ഡിഫറെന്റ് ഫ്രം അതർ ഇൻവെർട്ടേഴ്സ് ഓർ അതർ സ്റ്റാൻഡ് ബൈ ജനറേറ്റേഴ്സ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇൻവെർട്ടേഴ്സിനൊക്കെ UPS ഇനേബിൾഡ് ആണ് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, അത് വേറെയാണ്, അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻവെർട്ടേഴ്സ് ആണ്. ബട്ട് ഫോർ നോർമൽ ഇൻവെർട്ടേഴ്സ് ആൻഡ് ജനറേറ്റേഴ്സ്, പവർ ജനറേറ്റേഴ്സ്, നമ്മൾ എന്താ പറയാ ഡീസൽ ജനറേറ്ററും പെട്രോൾ ജനറേറ്ററും ഒക്കെ കണ്ടിട്ടുണ്ടോ? അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ UPS ടോട്ടലി ഡിഫറെന്റ് ആണ്. ഫൈൻ. ഓക്കെ, then we have an on battery time or run time. This run time is relatively very small, only few minutes. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എല്ലാം സേവ് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു ടൈം. അല്ലെങ്കിൽ നമുക്കൊരു ബാക്കപ്പ് ജനറേറ്റർ ഉണ്ടാവും. ദ ടൈം റിക്വയർഡ് ടു സ്റ്റാർട്ട് ദാറ്റ് ജനറേറ്റർ, അതാണ് UPS പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അല്ലാതെ ഒരു 3 hour 4 hour 5 hour അല്ലെങ്കിൽ 12 hour ബാക്കപ്പ് ഒന്നും ഒരു UPS തരില്ല. ഇറ്റ് വിൽ ഗീവ് ഓൺലി certain minutes in order to save and shut down the system or to start the generator. Okay, so a UPS is used to protect the hardware such as computers, data centers, telecommunication equipment or other electrical equipment. ഇതാണ് ആ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞത്. കമ്പ്യൂട്ടേഴ്സ്, ഡാറ്റ സെന്റേഴ്സ്, അതായത് സെർവേഴ്സ് ഒക്കെ പെട്ടെന്ന് ഓഫ് ആയി പോയാൽ ചിലപ്പോ ആകെ പ്രശ്നം. അപ്പൊ ഡാറ്റ സെന്റേഴ്സ്, അവിടെയൊക്കെ എപ്പോഴും UPS ഉണ്ടാവും. ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്, നിങ്ങൾക്കറിയാം മൊബൈൽ ഫോൺ ടവറിന് താഴെ എപ്പോഴും UPS ഉണ്ടാവും. അവിടെ ഇൻവെർട്ടർ ആയിരിക്കില്ല, UPS ആയിരിക്കും. ഓർ അതർ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് where an unexpected power disruption could cause injuries, fatalities, serious business loss or business disruption or data loss.
ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ UPS യൂസ് ചെയ്യുന്നത്. ഓക്കെ, so a UPS generally consists of a rectifier, battery charger, a battery bank, and an inverter circuit. Please listen, this is very important. UPS ന്റെ കമ്പോണൻസ് ആണ്, അത് ബ്ലോക്ക് ഡയഗ്രം നമ്മൾ കാണുന്നുണ്ട്, ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ഒരു UPS-ന് ഒരു റെക്ടിഫയർ സർക്യൂട്ട് ഉണ്ടാവും, ബാറ്ററി ചാർജർ ഉണ്ടാവും, ഒബ്വിയസ്ലി ദർ ഇസ് എ ബാറ്ററി. അപ്പൊ ആ ബാറ്ററി ബാങ്ക് അല്ലെങ്കിൽ ബാറ്ററി മൊഡ്യൂളിനെ ചാർജ് ചെയ്യാൻ ഒരു ബാറ്ററി ചാർജർ ഉണ്ടാവും. ദെൻ ബാറ്ററി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് DC. ഓക്കെ, ഓൾവേസ് കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ബാറ്ററി എന്ന് പറയുന്നത് ഒരു DC ആണ്. DC-യിലാണ് അത് സ്റ്റോർ ചെയ്യുക, DC-യിലാണ് അത് ഡിസ്ചാർജ് ചെയ്യുക. അപ്പൊ നമുക്ക് വേണ്ടത് AC ആണ്. ഓക്കെ, അപ്പൊ DC to AC കൺവേർഷൻ ആണ് ഇൻവെർട്ടർ. DC to AC conversion ആണ് inverter. So please listen, a UPS will have an inverter. Inverter എന്ന് പറയുന്ന സാധനം ഒരു UPS-ന്റെ ഉള്ളിൽ ഉണ്ടാവും. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. So these are the different blocks or different operating blocks of a UPS. Fine. നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. Uninterrupted power supply or UPS. We have different types of UPSs. Rotating kind ഉണ്ട്, then static ഉണ്ട്. Rotating kind ഉണ്ട്, static ഉണ്ട്. Rotating kind, ഒരു സെക്കൻഡ്. Okay, so we have a rotating kind. Rotating kind means there is something which is moving. ഒരു ജനറേറ്ററോ ഡീസൽ ജനറേറ്ററോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ എന്തെങ്കിലും ജനറേറ്റർ ഉണ്ടാവും റൊട്ടേറ്റിംഗ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജനറേറ്റേഴ്സ്, മൂവിങ് പാർട്സ്, മൂവിങ് കമ്പോണൻസ് ഒന്നുമില്ല. അതിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഷോർട്ട് ബ്രേക്ക് ഓർ ഓഫ് ലൈൻ ഓർ നോ ബ്രേക്ക് ഓർ ഓൺലൈൻ. അപ്പൊ ഇതൊക്കെ ഞാൻ ക്വിസ് ഇടും കേട്ടോ. ഇതിപ്പോ തേർഡ് മൊഡ്യൂൾ ആണ്, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷെ ഇതിന്റെ ക്വിസ് ഉണ്ടാവും. ക്വിസ് അല്ലെങ്കിൽ വൈവേ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പഠിക്കുക. ഷോർട്ട് ബ്രേക്ക് ഓർ ഓഫ് ലൈൻ, നോ ബ്രേക്ക് ഓർ ഓൺലൈൻ. ഇതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നോ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആണ്. ബ്രേക്ക് വരുന്നത്, ഷോർട്ട് ബ്രേക്ക്, ചെറിയൊരു ബ്രേക്ക് വരുന്നത് ഓഫ്ലൈൻ ആണ്. അതെന്താന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫൈൻ. സോ ദീസ് ആർ ദ സിമ്പിൾ ഓർ ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് UPS. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഞാൻ തരാം. ഒരു സെക്കൻഡ്. പിന്നെ പറയാം. ഫൈൻ. സോ സ്റ്റാറ്റിക് ടൈപ്പ്, നമ്മൾ റൊട്ടേറ്റിംഗ് ടൈപ്പും പറഞ്ഞു, സ്റ്റാറ്റിക് ടൈപ്പും പറഞ്ഞു. For the static type, there are two classifications: short break and no break, offline and online. So we are going to discuss a brief discussion about the online UPSs and offline UPSs. അപ്പൊ ഓൺലൈനും ഓഫ്ലൈനും എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഓൺലൈൻ നോക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, a UPS will have a rectifier, a battery charging module, battery, then an inverter. ആ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് ആണ് നമ്മൾ ഔട്ട്പുട്ട് ലോഡിലേക്ക് കൊടുക്കുന്നത്, കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറയാം. ഇത് അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. നോ ബ്രേക്ക് അല്ലെങ്കിൽ ഓൺലൈനിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. അപ്പൊ ജസ്റ്റ് നോക്കിയേ, AC ഇൻപുട്ട് മെയിൻസ് നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് AC ഇൻപുട്ട് മെയിൻ. and that is given to a rectifier. റെക്ടിഫയറിൽ നിന്നാണ് ബാറ്ററി ചാർജിങ് മൊഡ്യൂളിലേക്ക് ബാറ്ററി ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് ആൻ ഇൻവെർട്ടർ. അപ്പൊ ബാറ്ററിന്ന് എടുത്തിട്ടാണ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. ദെൻ ദർ ഇസ് എ ഫിൽട്ടർ. ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് സ്മൂത്തൻ ചെയ്യാനായിട്ടുള്ളതാണ്, DC-നെ ഒന്ന് സ്മൂത്തൻ ചെയ്യാനാണ്. സോറി, DC അല്ല, AC ആണ് കേട്ടോ അവിടെ. അപ്പോൾ DC ഇവിടെ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത് DC കമ്പോണൻസ് ഒന്നും കടന്നു പോകാതിരിക്കാനാണ് ഇവിടെ ഒരു ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഒരു AC ഇൻപുട്ട് വന്നു, അതിനെ DC ആക്കി സ്റ്റോർ ചെയ്ത് ബാറ്ററിയിൽ വെച്ചു, എഗെയിൻ അതിനെ AC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അത് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ജസ്റ്റ് ഓപ്പറേറ്റിംഗ്. അപ്പൊ നമുക്ക് ഓൺലൈൻ UPS എന്ന് പറഞ്ഞാല് ഓൾവേസ് ദ ഇൻവെർട്ടർ ഈസ് ഓപ്പറേറ്റിംഗ് ഫ്രം ദ ബാറ്ററി. പ്ലീസ് ലിസൺ, ഓൾവേസ് ദ ബാറ്ററി ഈസ് ഓൺ. എപ്പോഴും ബാറ്ററിന്ന് എടുത്തിട്ടാണ് ഇൻവെർട്ടർ വർക്ക് ചെയ്തിട്ടാണ് AC മെയിൻസ് പോകുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. ഹിയർ ദ മെയിൻ പവർ ഈസ് ഓൺ ഓർ ഓഫ്. അതായത് ഇൻപുട്ട് ഓൺ ആയിക്കോട്ടെ ഓഫ് ആയിക്കോട്ടെ, ദ ബാറ്ററി ഓപ്പറേറ്റഡ്
inverter is on all the time and supplies the AC output voltage. That is, always the battery operated inverter ആണ് ഔട്ട്പുട്ട് കൊടുക്കുന്നത്. ഇൻപുട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാറ്ററിന്നായിരിക്കും ഇൻവെർട്ടർ എടുത്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നത്. സോ when the main power supply is off, the UPS will be on only until the battery gets discharged. When the main power resumes, the battery will get charged again. അതായത് സിമ്പിൾ പറഞ്ഞാൽ ഇൻപുട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാറ്ററിന്ന് എടുത്തിട്ടാണ് ഔട്ട്പുട്ട് കൊടുക്കുന്നത് ഓൾവേസ്. അതാണ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇൻപുട്ട് ഉണ്ടെങ്കിൽ മെയിൻസ് ഉണ്ടെങ്കിൽ അത് ബാറ്ററി ചാർജ് ചെയ്യും. ഇൻപുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണോ അത്രയും നേരം നമുക്ക് ബാക്കപ്പ് കിട്ടുള്ളൂ. ഫൈൻ, ദാറ്റ് ഈസ് ഓൺലൈൻ. ഇനി നമുക്ക് ഓഫ്ലൈൻ നോക്കാം. ഓഫ്ലൈൻ UPS പറഞ്ഞാൽ ഇൻവെർട്ടർ വിൽ ബി ഓഫ്. നോർമലി നമുക്ക് മെയിൻസ് ഉണ്ട്, സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ വിൽ ബി ഓഫ്. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ഏതാണോ അതായിരിക്കും നേരെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ലോഡിലേക്ക് കൊടുക്കുന്നത്. ആൻഡ് വെൻ ദ പവർ സപ്ലൈ ഫെയിൽസ്, then the inverter turns on. പവർ സപ്ലൈ പോകുന്ന സമയത്താണ് ഇൻവെർട്ടർ ഓൺ ആയിട്ട് UPS ആയിട്ട് ആക്ട് ചെയ്യുന്നത്. So the inverter is off when the main power supply power is present and the output voltage derived from the mains in the same is ഒന്നുകൂടെ വായിക്കാം. In offline UPS, the inverter is off when the main power supply is present and the output voltage derived directly from the mains is the same as the main supply voltage. ഒന്നുമില്ല, ഓഫ്ലൈൻ UPSൽ സപ്ലൈ ഉള്ള സമയത്ത് സപ്ലൈ ആയിരിക്കും ലോഡിലേക്ക് പോവുക. ഓക്കെ, ആൻഡ് ദ ഇൻവെർട്ടർ ടേൺസ് ഓൺ ഓൺലി വെൻ ദ മെയിൻ സപ്ലൈ ഗോസ് ഓഫ്. സപ്ലൈ ഓഫ് ആകുമ്പോൾ മാത്രമാണ് ഇൻവെർട്ടർ ഓൺ ആവുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫിഗർ ഡയഗ്രാംസ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഓൺലൈൻ UPS നോക്കാം. ഓൺലൈൻ UPSന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ കാണുന്നത്. യു ഹാവ് ടു ഡ്രോ ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഞാൻ ഒന്ന് വായിക്കാം, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇവിടെ ഉള്ളത് രണ്ട് സ്വിച്ചസ് ഉണ്ട്. ദീസ് സ്വിച്ചസ് ആർ ട്രാക്ക് സ്വിച്ചസ്, T1 and T2. അതാണ് തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ ട്രാക്ക് അല്ലെങ്കിൽ T1 and T2. അപ്പൊ ഇവിടുത്തെ സംഭവം എന്താന്ന് വെച്ചാൽ one switch is normally off, another switch is normally on. അപ്പൊ താഴെയുള്ള സ്വിച്ച് ആണ് നോർമലി ഓൺ. That means this switch is always on. Okay, and the switch normally off എന്ന് പറയുന്ന സ്വിച്ച് always off ആയിരിക്കും. This switch is off and this switch is always on. Okay, അപ്പൊ എങ്ങനെയാന്ന് നോക്കി, AC മെയിൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാറ്ററിന്ന് എടുത്തിട്ടാണ് ഔട്ട്പുട്ട് എപ്പോഴും പോകുന്നത്. ബാറ്ററിന്ന് ഇൻവെർട്ടർ വഴി ബാറ്ററിയിലുള്ള DC-നെ ഇൻവെർട്ടർ AC ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ ഫിൽറ്റർ എന്തിനെ ബ്ലോക്ക് ചെയ്യും? DC-നെ ബ്ലോക്ക് ചെയ്യും. ദിസ് വിൽ ബ്ലോക്ക് DC. എന്നിട്ട് ഈ സ്വിച്ച് വഴി ലോഡിലേക്ക് കൊടുക്കും. ഇതാണ് ഓൾവേസ് നടക്കുന്നത്. അപ്പോൾ AC ഇൻപുട്ട് ഉണ്ടെങ്കിൽ റെക്ടിഫയർ വഴി ആ ബാറ്ററി ചാർജ് ചെയ്തിരിക്കും. അത്രയേ ഉള്ളൂ. ഈ ഒരു പാത്ത് ഓൾവേസ് ഡിസേബിൾഡ് ആണ് ഫോർ ഓൺലൈൻ UPS. Okay, you can draw the circuit diagram. Circuit diagram അല്ല, ബ്ലോക്ക് ഡയഗ്രം ആണ്. You can draw it. Meanwhile, we will take the attendance. അപ്പൊ ഞാൻ പറയാം കേട്ടോ, ഒരു സെക്കൻഡ്. ഓക്കെ, A batch, roll number 1. Okay, 2, 3. 3 ഉണ്ടോ? 4. Okay, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 18, 19, okay, 20, 21,
22, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. Okay. So the absentees are 3, 15, 18, 22, 25, 26, 32, 38, and 41. Okay. 26%. Hello, sir. ആരാണ്? Sir, Ashwin, 26%. ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അശ്വിൻ, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഞാൻ ടൈപ്പ് ചെയ്ത് അശ്വിന്റെ റോൾ നമ്പർ എത്ര? 26. 26. ഓക്കെ. ആ ഓക്കെ, ഫൈൻ. Sir, 41%. 41 ആരാണ്? Gauri. ഓക്കെ, ഫൈൻ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഇൻ ബിറ്റ്വീൻ വേറെ മെസ്സേജ്, വേറെ റോൾ നമ്പർ വരുമ്പോൾ തെറ്റിപ്പോകുന്ന. ഓക്കെ, ഫൈൻ. ഓക്കെ ഓക്കെ. ബി ബാച്ച്, can you please take the attendance? Jebin, okay, fine. Roll number 2, 3, 4, 5, 6, 7, 8, 9, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, and 45. So absent is for B batch 2, 3, 4, 9, 22, 23, 24, 25, 26, 29, 31, 32, 34, 36, 39, 43, and 45. Okay. So this is online UPS. Next, we will discuss about the offline. So നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററി, നമ്മൾ യു പി എസിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ നിക്കൽ കാഡ്മിയം ഓർ ലെഡ് ആസിഡ് ബാറ്ററി ആണ്. നിക്കൽ കാഡ്മിയം ബാറ്ററീസ് ഒക്കെ നിങ്ങൾ ഇപ്പം അത്രയ്ക്ക് കോമൺ ആയിട്ട് കാണാറില്ല. ലെഡ് ആസിഡ് ബാറ്ററീസ് ഒക്കെ കാണാറുണ്ടാവും. ലെഡ് ആസിഡ് ബാറ്ററി ആയിരിക്കും നമ്മൾ സാധാരണ എമർജൻസി ലാമ്പിലും അല്ലെങ്കിൽ യു പി എസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത്തിരി വെയിറ്റ് ഉള്ള ഒരു ടൈപ്പ് ബാറ്ററി. നിക്കൽ കാഡ്മിയം ഈസ് നോൺ corrosive, does not emit explosive gases, higher lifetime due to its ability to withstand overheating and over discharging,
but its cost is higher than the lead acid battery. അതുകൊണ്ടാണ് അത് അധികം യൂസ് ചെയ്യാത്തത്. ഇപ്പോൾ ലിഥിയം അയൺ ബാറ്ററീസ് വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും UPS കൾ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. Then advantages of online UPS. Inverter protects the load from the transients in the main supply. അതായത് മെയിൻ സപ്ലൈയുമായിട്ട് there is no direct connection. കാരണം ബാറ്ററി വഴിയാണ്, ബാറ്ററിയിൽ നിന്ന് DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് DC നെ വീണ്ടും AC യിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് ഓൺലൈൻ UPS വരുന്നത്. സോ inverter protects the load from the transients in the main supply. Second point, the inverter output frequency can be maintained at desired value. Output ഇതിന്റെ ഫ്രീക്വൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഔട്ട്പുട്ട് AC സിഗ്നൽ ഇപ്പോൾ 50 ഹെർട്സ് ആണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ AC മെയിൻസിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ ഫ്ലക്ച്വേഷൻസ് വരും. ശരത്തിന്റെ റോൾ നമ്പർ എത്രയാ? ഓക്കെ, ശരത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. ഫൈൻ. ഓക്കെ, അതാണ് ഓൺലൈൻ UPS. Now we will discuss about the offline UPS. Offline UPS is also called as short break UPS. അപ്പൊ നമ്മൾ അതിന്റെ ഡയഗ്രാം നോക്കാം. You can draw this diagram. It is similar to the previous one. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. It is similar to the previous one, but here this line will be normally on. അതായത് നമുക്കൊരു T1, ഇതിനെ T1 എന്ന് എഴുതാം. This is T2 എന്ന് എഴുതാം. Okay, so T1 will be normally on. So the AC mains will be given to the load when there is AC mains. AC mains ഉണ്ടെങ്കിൽ അത് ഈ വഴി ആയിരിക്കും നമ്മൾ ലോഡിലേക്ക് കൊടുക്കുക. Okay, so that is the normal case. When the power supply fails, power supply fail ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ it will again switch in this direction. അപ്പോ ഈ സ്വിച്ച് ഇത് ഓൺ ആവും, ഇത് ഓൺ ആയിട്ട് നമുക്ക് ഈ വഴിയായിരിക്കും സപ്ലൈ വരിക. ഓക്കെ, അപ്പൊ ബാറ്ററി ഫുൾ ടൈം യൂസ് ചെയ്യുന്നില്ല. when there is no AC main, then only the battery is used. Okay, ഇതാണ് ഓഫ്ലൈൻ UPS. You can draw this diagram. ഈ ബ്ലോക്ക് ഡയഗ്രാം വരച്ചെടുക്കും കേട്ടോ വേഗം. It's already 10:43. I will give you 2 minutes. Finished? Finish ആയോ? Okay, fine. So okay. അതിന്റെ 1-2 points പറയാം. Fine. Okay, Ardra. Fine. So in the case of offline UPS, the inverter is off when the mains power is on and the output voltage is derived directly from the mains. അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ when there is mains,
മെയിൻ പവർ സപ്ലൈ ഉണ്ടെങ്കിൽ ഇൻവെർട്ടർ ഓഫ് ആയിരിക്കും. എന്നിട്ട് ആ മെയിൻ സപ്ലൈ ആയിരിക്കും നേരെ ഔട്ട്പുട്ടിലേക്ക് പോവാം. The inverter turns on only when the main supply fails. Just like we discussed, the inverter turns on only when the main power supply fails. അതേപോലെ തന്നെ it requires a breaking of the circuit momentarily and the transfer by a solid state switch. നമുക്ക് T1 എന്ന് പറയുന്ന ഒരു പാത്ത് ഉണ്ട്, T2 എന്ന് പറയുന്ന ഒരു പാത്ത് ഉണ്ട്. അപ്പൊ T1 ബ്രേക്ക് ചെയ്തിട്ടാണ് T2 യിലേക്കൂടെ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഷോർട്ട് ബ്രേക്ക് UPS പറയുന്നത്. And that is done by a solid state switch. Fast power semiconductor switches വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. So the switching time is less than 5 microsecond. 5 മൈക്രോസെക്കൻഡിനേക്കാളും താഴെ ആയിരിക്കും. അപ്പൊ ഒബ്വിയസ് ആയാലും നമ്മൾ അറിയില്ല, നമ്മൾ എന്താ പറയാ നിയർ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്ന സംഭവം തന്നെയായിരിക്കും ഇത്. Then these UPS are generally used with PCs or computers or other appliances where a small duration, 5 millisecond or less, interruption in power supply can be tolerated, just like it says. So usually a sealed batteries or lead acid batteries are used. അപ്പൊ ഇതാണ് ഓഫ്ലൈൻ UPS ആയിരിക്കും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന UPS. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പലപ്പോഴും ഇങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞ് സൗണ്ട് കേൾക്കും. അത് ഇതിന്റെ അകത്തുള്ള സ്വിച്ചസ് അല്ലെങ്കിൽ ഈ പാത്തുകൾ മാറുന്നതാണ്, ഈ ഷോർട്ട് ബ്രേക്ക് വരുന്ന സംഭവങ്ങളാണ്. ആ സ്വിച്ച് റിലേസ് പോലുള്ള സ്വിച്ചസ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ അകത്തുള്ള ടിക് ടിക് സൗണ്ട് കേൾക്കുന്നത്. The running time of these supplies are also low. About 10 to 30 minutes ഒക്കെ നമുക്ക് ഈ UPS കിട്ടുള്ളൂ. Fine. I hope you are all familiar with the UPS. നമ്മൾ ഡെസ്ക്ടോപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ബോക്സ് നീളത്തിലിരിക്കുന്ന ഒരു പെട്ടികളില്ലേ, അതാണ് UPS. അപ്പൊ അതിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞ ടിക് ടിക് സൗണ്ടും ഓൺ ഓഫും ബീപ്പ് സൗണ്ട് ഒക്കെ ചിലപ്പോൾ കേൾക്കാറുണ്ട്. അതൊക്കെ ഈ ഇൻഡിക്കേഷനും കാര്യങ്ങളാണ്. അപ്പോൾ ദിസ് ഈസ് ഓൺലൈൻ UPS ആൻഡ് ഓഫ്ലൈൻ UPS. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. Then third type ആണ് rotating type UPS, and this was the earlier version of UPS. ഏർലിയർ വേർഷൻ ആയിരുന്നു, അതായത് ആദ്യകാലത്ത് ഈ പവർ സെമി കണ്ടക്ടർ സ്വിച്ചസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു കൈൻഡ് ഓഫ് UPS ആണ് ഇത്. അപ്പൊ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓൾവേസ് ദർ ഇസ് എ DC മോട്ടർ. ഒരു DC മോട്ടർ എപ്പോഴും ഉണ്ടാവും. ആ DC മോട്ടർ ഒരു AC ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു DC മോട്ടർ AC ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നത്. ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ വേറെ ഏത് ഡിവൈസ് ആണോ അത് കണക്ട് ചെയ്യുന്നത് ഇവിടെയാണ്, ഈ ഒരു ഡയറക്ഷനിൽ. ഓക്കെ, അപ്പൊ ഇത് ഓൾവേസ് ഒരു ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ AC ജനറേറ്റർ ആണ്. ഈ AC ജനറേറ്റർ കറങ്ങിയിട്ടാണ് നമുക്ക് ഇവിടെ എപ്പോഴും സപ്ലൈ വരുന്നത്. അപ്പൊ AC ജനറേറ്ററിനെ കറക്കുന്നത് ഒരു DC മോട്ടറാണ്. അപ്പൊ നോർമലി സപ്ലൈ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ബാറ്ററി ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ബാറ്ററി വഴിയാണ് ഈ ഇൻഡക്ടർ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് AC-നെ ബ്ലോക്ക് ചെയ്യാനാണ് കേട്ടോ. ഇവിടുത്തെ ഒരു AC-നെ ബ്ലോക്ക് ചെയ്യാനാണ്. എന്നിട്ട് ബാറ്ററി ബാങ്ക് വഴി നമ്മുടെ ഓൺലൈൻ UPS ഇല്ലേ, അതുപോലെ എപ്പോഴും ബാറ്ററി എന്നുള്ള DC വാല്യൂ അല്ലെങ്കിൽ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഉള്ള DC വാല്യൂ എടുത്തിട്ടാണ് ഈ ഒരു DC മോട്ടർ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ DC മോട്ടർ ഒരു ഫ്ലൈ വീൽ വഴി, അതായത് ഒരു കണക്ഷൻ വഴി AC ജനറേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നോർമൽ കേസ്. അപ്പൊ എപ്പോഴും അവിടെ ഒരു റൊട്ടേറ്റിംഗ് പാർട്ട് ഉണ്ട്. ഒരു AC ജനറേറ്ററും DC മോട്ടറും അവിടെ എപ്പോഴും ഉണ്ടാവും. ഇനി പവർ സപ്ലൈ ഫെയിൽഡ് ആയി, ഇതൊരു 3 ഫേസ് സപ്ലൈ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ 3 ലൈൻസ് വരച്ചിരിക്കുന്നത്. നമുക്കറിയാം സിംഗിൾ ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്. അതിലെ 3 ഫേസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ 3 ഫേസ് സപ്ലൈ ഫെയിൽഡ് ആയി. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ബാറ്ററി വഴി DC മോട്ടർ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡീസൽ എഞ്ചിൻ ഉണ്ടാവും, അത് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ജനറേറ്റർ വീട്ടിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ മേടിക്കുന്ന ഒരു വലിയ ടൈപ്പ് ഓഫ് ജനറേറ്ററുകളില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കോളേജിലുണ്ട് വലിയൊരു ജനറേറ്റർ ഉണ്ട്, അതേപോലുള്ള ഡീസൽ ജനറേറ്റേഴ്സ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോ ബാറ്ററി ഡിസ്ചാർജ് ചെയ്ത് തീരുന്നതിനുള്ളിൽ ഈ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ മതി. അപ്പോ ഈ ഓൾട്ടർനേറ്റർ ഓൾവേസ് വർക്കിംഗ് ആയിരിക്കും. ഇതാണ് നമുക്ക് വേണ്ട AC സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. You can draw this diagram. This is least important because ഇതിപ്പോ ഔട്ട്ഡേറ്റഡ് ആണ്, ഇതിപ്പോ എവിടെയും ഇല്ല. അത്ര വലിയ പവർ സോഴ്സ് വേണ്ടടുത്താണ്, അതായത് UPS കൊണ്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ AC സപ്ലൈ വേണ്ട വലിയ വലിയ ഫാക്ടറീസിലോ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥലത്തൊക്കെ ആയിരിക്കും ഇതേപോലത്തെ ഉണ്ടാവുള്ളൂ. ഓക്കെ,
It's 10:50. I will give you 2 minutes. 10:52 വരെ ടൈം തരാം. Okay, I hope it is finished. Yes. Okay, Amrita. Okay, Akshara. Fine. Okay, Arjun. So next is the important or the main part of this module, switch mode AC inverter. അപ്പോൾ നമ്മൾ ഇനി ഇൻവെർട്ടർ സെക്ഷനിലേക്ക് പോവാണ്. ഇൻവെർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മുടെയൊക്കെ വീടുകളിലും പലയിടങ്ങളിലും നിങ്ങൾ ഇൻവെർട്ടേഴ്സ് കണ്ടിട്ടുണ്ടാവും. Inverters are normally used for DC to AC conversion. We will have a big battery. The energy which is stored in the battery is DC. That DC energy is converted into the required 230 volt 50 hertz AC using inverters. Okay. So simply പറഞ്ഞാൽ DC to AC converters ആണ് inverters. They produce a sinusoidal AC output whose magnitude and frequency can be controlled. അപ്പോൾ അതിന്റെ വോൾട്ടേജും നമുക്ക് എത്ര വോൾട്ടേജ് വേണം, എത്ര കറണ്ട് വേണം, അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. എത്ര ഫ്രീക്വൻസിയിൽ വേണം അത് ഓപ്പറേറ്റ് ചെയ്യാൻ, അതും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ദ ഇൻവെർട്ടേഴ്സ് ആർ. സോ an inverter circuit or a power semiconductor for a second, messages on the fine. So in inverter circuit, power semiconductor switches are used. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ച പവർ സെമികണ്ടക്ടർ സ്വിച്ചസ്, പവർ മോസ്ഫെറ്റ്, പവർ BJTs, IGBTs, GTOs, ഇങ്ങനെയുള്ള സ്വിച്ചസ് ഒക്കെ ഇൻവെർട്ടേഴ്സിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഡിവൈസോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിവൈസ് ആണെന്ന് വിചാരിച്ചാലും അതിന്റെ ഉള്ളില് പ്യോർ പവർ ഇലക്ട്രോണിക് സ്വിച്ചസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫാസ്റ്റ് സ്വിച്ചിങ്ങും എഫിഷ്യന്റ് കൺവേർഷനും ഒക്കെ നടക്കുന്നത്. ഓക്കെ, സ്റ്റിൽ ദർ വിൽ ബി സം ഹാർമോണിക്സ്. ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് നോയ്സസ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് കംപ്ലീറ്റ് AC സിഗ്നൽസ് ആണ്. AC നിങ്ങൾക്കറിയാം, നമുക്കൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമം പീക്കിലെത്തി, പിന്നെ അത് ഡിക്രീസ് ചെയ്ത് 0 എത്തി, പിന്നെ അതിന്റെ റിവേഴ്സ് ഡയറക്ഷനിൽ പോകുന്ന ഒരു AC സിഗ്നൽ. ഓക്കെ, ബട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്വിച്ചസ് ആണ്. അപ്പൊ AC നിങ്ങൾക്കറിയാം ഇങ്ങനെ വരുന്ന സിഗ്നൽസ് ആണ് AC. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ ഓണും ഓഫും യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ACക്ക് പകരമായിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ള റെസ്പോൺസുകൾ വരാൻ സാധ്യതയുണ്ട്, സ്ക്വയർ വേവ്സ്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ ഹാർമോണിക്സ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ അൺവാണ്ടഡ് നോയ്സസ് ആയിട്ട് പറയാം. ബട്ട് സ്റ്റിൽ
നമുക്ക് അത് ആക്സെപ്റ്റബിൾ ആയിട്ട് എടുക്കാം. ഒരു എ സി അല്ലെങ്കിൽ റിക്വയർഡ് എ സി സിഗ്നൽ പോലെ നമുക്ക് അത് ആക്സെപ്റ്റബിൾ ആയിട്ട് എടുക്കാം. ഇൻവെർട്ടേഴ്സിന്റെ കാര്യത്തിലാണ് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ അപ്ലിക്കേഷൻസ് നോക്കാം. അപ്ലിക്കേഷൻസ് കുറെ ഉണ്ട്. ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ഉണ്ട്, ലൈക്ക് വേരിയബിൾ സ്പീഡ് എ സി മോട്ടോർ ഡ്രൈവ്സ്, ഇൻഡക്ഷൻ ഹീറ്റിംഗ്, സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ, യു പി എസ്. ഈ യു പി എസിൽ യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഇൻവെർട്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് കുറെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ഉണ്ട്, ഡൊമസ്റ്റിക് അപ്ലിക്കേഷൻസ് ഉണ്ട്. മൊബൈൽ ഹോംസ് ഉദ്ദേശിച്ചാല് ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ അങ്ങനത്തെ ഒക്കെ പോർട്ടബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഹോംസ് അല്ലേ. അപ്പൊ വണ്ടിയുടെ പുറകിലൊക്കെ വെച്ചിട്ട് നമ്മളൊക്കെ പോകുന്നത്. അപ്പൊ അതിന്റെ അകത്തൊക്കെ ഈ 12 വോൾട്ട് ഡി സി ഒക്കെ ആയിരിക്കും ബാറ്ററി ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഹോം എക്യുപ്മെന്റ്സ് ഇപ്പൊ വല്ല ടിവിയോ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. Then video and audio editing equipments, air conditioning, power tools, equipments in remote areas. Equipments in remote areas എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പവർ സപ്ലൈ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇപ്പോൾ സോളാർ എനർജി വെച്ചിട്ട് ബാറ്ററി ചാർജ് ചെയ്തിട്ട് ആ ബാറ്ററിയിൽ നമ്മൾ ഇൻവെർട്ടർ വഴി എ സി എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള ഡൊമസ്റ്റിക് അപ്ലിക്കേഷൻസും ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസും സ്വിച്ച് മോഡ് DC to AC ഇൻവെർട്ടേഴ്സിനുണ്ട്. ഓക്കെ, സോ മീൻ വയൽ ഒരു കാര്യം പറയട്ടെ, മൊഡ്യൂൾ 2വിന്റെ നോട്ട്സ്, PPTs ഇതൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് ഇതൊക്കെ ഞാൻ ജീനോമിയോയില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഫസ്റ്റ് മൊഡ്യൂളും ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് PPT തന്നിട്ടുണ്ടായിരുന്നില്ല, അതും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിന്റെ വീഡിയോ ലെക്ചർ ഞാൻ ഇട്ടേക്കാം, അതിൻ്റെ അകത്ത് തന്നെ ഇട്ടേക്കാം. ക്ലാസിന്റെ നമ്മൾ ലൈവ് ക്ലാസിന്റെ വീഡിയോ ലെക്ചർ ഇട്ടേക്കാം, കാരണം അത് കുറെ പേർക്ക് ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ അത് കാണാം. ഇതിന്റെ വീഡിയോ ലെക്ചറും റെക്കോർഡിംഗ് ആണ്, ഇത് നമുക്ക് ഇട്ടേക്കാം. അപ്പൊ ആബ്സെന്റ് ആയിരിക്കുന്നവര് ഇത് ഫോളോ ചെയ്യണം. നിങ്ങൾ പറയുക ആബ്സെന്റ് ആയവർ ഇത് പഠിക്കണം. നമ്മളിപ്പം കഴിഞ്ഞ മൊഡ്യൂളിന്റെ ഒരു ക്വിസ് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിൽ ആബ്സെന്റ് ആയിരുന്നു എന്നുള്ള റീസൺ ഇല്ല, കാരണം ആ വീഡിയോസ് അവർ കാണുക. ഫൈൻ. സോ ദേ ആർ ഇൻവെർട്ടേഴ്സ്. അപ്പോ ജസ്റ്റ് ലൈക്ക് വി ഡിസ്കസ്ഡ്, they produce a sinusoidal AC output whose magnitude and frequency can be controlled. നമ്മളിപ്പോ പറഞ്ഞു ഓൾറെഡി എവിടേക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. They convert a DC voltage obtained by rectifying and filtering a line voltage to AC output whose magnitude and frequency can be controlled. അപ്പൊ നമ്മൾ UPS പറഞ്ഞതുപോലെ തന്നെ ഒരു AC ഇൻപുട്ട് ഉണ്ടാവും. ആ AC ഇൻപുട്ടിനെ റെക്ടിഫയർ ഒരു ഫിൽട്ടർ ഒക്കെ വെച്ചിട്ട് DC ആക്കും. ആ DC ആക്കിയതിനെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും. ദെൻ ആവശ്യം വരുമ്പോൾ ബാറ്ററിയിൽ നിന്ന് സ്റ്റോർ ചെയ്തതിനെടുത്തിട്ട് നമ്മൾ AC ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ UPS എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അത്രയും ഫാസ്റ്റ് ആയിരിക്കില്ല. അപ്പൊ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോൾ അറിയാം, നമ്മളൊക്കെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻവെർട്ടേഴ്സ് UPS മോഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ടായിരിക്കും കണക്ഷൻ വരിക. അപ്പൊ TV ഒക്കെ ചിലപ്പോൾ ഒന്ന് ഓഫ് ആയി പോകും, എന്നിട്ടായിരിക്കും ഓൺ ആയിട്ട് വരിക. പണ്ട് കാലത്തൊക്കെ ടിവികൾ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇപ്പോഴത്തെ ടിവികൾ പെട്ടെന്ന് അങ്ങനെ ഓഫ് ആവാതിരിക്കാനുള്ള സർക്യൂട്ട്സുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോ ചിലപ്പോൾ ഫാനോ അല്ലെങ്കിൽ ലൈറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ആ ഒരു സ്വിച്ചിങ് നടന്നത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ മോട്ടോർ ഡ്രൈവ് വേർ ദ പവർ ഫ്ലോ ഈസ് യൂണിഡയറക്ഷണൽ. അപ്പൊ നമ്മളൊരു ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ട് ഒരു AC മോട്ടറിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു ബേസിക് ഡയഗ്രാം. അപ്പോൾ ഇൻപുട്ട് വരുന്നുണ്ട് 60 Hz AC, അതാണ് ഇൻപുട്ട്. അതൊരു ഡയോഡ് റെക്ടിഫയർ വഴി അത് DC ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഒരു ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് അത് ഒന്നുകൂടെ സ്മൂത്തൻ ചെയ്തു. അതിന് വീണ്ടും നമ്മൾ ബാറ്ററിന്ന് കൊടുക്കുന്ന പോലെ ഇൻവെർട്ടർ വഴി AC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് AC മോട്ടറിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ,
now you have a question for assignment. നമ്മൾ പ്രീവിയസ് മോഡ്യൂളിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഒറ്റ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെർട്ടേഴ്സ് ആൻഡ് കമ്പയർ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് ആൻഡ് കറന്റ് സോഴ്സ് ഇൻവെർട്ടേഴ്സ്. അപ്പൊ ഈ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറും കറന്റ് സോഴ്സ് ഇൻവെർട്ടറും നമുക്ക് പറയാം. അതിന്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടുപിടിക്കാം. ഞാൻ മെറ്റീരിയൽസ് തരാം, നിങ്ങൾ അത് കോപ്പി ചെയ്താൽ മതി. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെർട്ടേഴ്സ് നിങ്ങൾ പഠിക്കുക. ഒന്നുമില്ല, മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, ഒരു സിംഗിൾ ഫേസ് ഉണ്ട്, 3 ഫേസ് ഉണ്ട്, ഹാഫ് ബ്രിഡ്ജ് ഉണ്ട്, ഫുൾ ബ്രിഡ്ജ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമ്മളിത് കുറെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഐ ഹോപ്പ് യു ഹാവ് നോട്ട് ഇറ്റ് ഡൗൺ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെർട്ടറും കമ്പാരിസൺ ഓഫ് VSI, voltage source inverter and current source inverter. Okay, so we will see what is this voltage source inverter and current source inverters. അപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളിവിടെ ഒരു ബ്ലോക്ക് ഡയഗ്രം വരച്ചു. ഈ ബ്ലോക്ക് ഡയഗ്രത്തില് ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, പ്ലീസ് ലിസൺ, ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി ഉണ്ടാവും. ബാറ്ററിന് ഒരു കപ്പാസിറ്റർ വഴിയാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആയിരിക്കും ഇൻവെർട്ടറിന്റെ ഇൻപുട്ടിലേക്ക് വരിക. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ്. If the DC input to an inverter is DC voltage, then such inverters are referred to as voltage source inverters. അപ്പൊ അതിന്റെ ഡയഗ്രാം ആണ് നമ്മൾ തൊട്ട് മുമ്പ് വരച്ചിരിക്കുന്ന ബ്ലോക്ക് ഡയഗ്രാം. So they can be again divided into 2 types. Pulse width modulated inverters ആയിരിക്കാം, സ്ക്വയർ വേവ് ഇൻവെർട്ടേഴ്സും ആയിരിക്കാം. അതായത് ആ ഒരു കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന സിഗ്നല് പൾസ് വിഡ്ത്ത് ഉള്ള സിഗ്നൽ ആയിരിക്കാം. പൾസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഓണും ഓഫും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓൺ ഡ്യൂറേഷനും ഓഫ് ഡ്യൂറേഷനും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിനാണ് പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് ഇൻവെർട്ടേഴ്സ് പറയുന്നത്. ആൻഡ് സ്ക്വയർ വേവ് ഇൻവെർട്ടേഴ്സ് ഹാവ് കോൺസ്റ്റന്റ് ഓൺ ടൈം ആൻഡ് കോൺസ്റ്റന്റ് ഓഫ് ടൈം. ഓൺ ടൈമും ഓഫ് ടൈമും ഈക്വൽ ആയിരിക്കും ഫോർ സ്ക്വയർ വേവ് ഇൻവെർട്ടേഴ്സ്. ഓക്കെ, സോ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് ആണ് ആ പറഞ്ഞത്. നെക്സ്റ്റ് ഇസ് കറന്റ് സോഴ്സ് ഇൻവെർട്ടേഴ്സ്. അപ്പൊ വോൾട്ടേജ് സോഴ്സിന് വേണ്ടി കപ്പാസിറ്റർ കൊടുത്താൽ കറന്റ് സോഴ്സിന് വേണ്ടി നമ്മൾ എന്തായിരിക്കും കൊടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി. Somebody please say, Rajiv, are you online? രാജീവ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, സമയം കളയുന്നില്ല. ഫോർ കറന്റ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് we are using an inductor. അതായത് ഇപ്പോ ഇവിടെ പാരലലി നമ്മളൊരു കപ്പാസിറ്റർ യൂസ് ചെയ്തു. ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മളിവിടെ ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്തു. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ ഈ കപ്പാസിറ്ററിന് പകരം കപ്പാസിറ്റർ ഇത് ഇവിടുന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു സർക്യൂട്ട് ഇല്ല, പകരം വി ഹാവ് ആൻ ഇൻഡക്ടർ ഇൻ സീരീസ്. ഇങ്ങനെ കണക്ട് ചെയ്താല് that is what is called as a current source inverter. കാരണം എന്താന്ന് വെച്ചാല് necessary current is provided from the inductor. ഈ ഇൻഡക്ടർ ആയിരിക്കും necessary current പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനാണ് current source inverter എന്ന് പറയുന്നത്. If the DC input to an inverter is a DC current, then such inverters are referred to as current source inverters. Okay, such inverters have limited applications like very high power AC motor drives. ഒന്നുമില്ല, അതിന് കുറച്ചുകൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ്. AC ഹൈ പവർ AC ആവശ്യമുള്ള സ്ഥലത്താണ് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് ആൻഡ് കറന്റ് സോഴ്സ് ഇൻവെർട്ടേഴ്സ്. അപ്പോൾ ഇതാണ് ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ, കമ്പാരിസൺ ബിറ്റ്വീൻ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറും കറന്റ് സോഴ്സ് ഇൻവെർട്ടറും. ഓക്കെ, so that is about inverters. ഇനി ആ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ആ ക്ലാസിഫിക്കേഷനിലെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇൻവെർട്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ഫേസസ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്യാം. നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻവെർട്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ഫേസസ്. They are single phase and 3 phase inverters.
അപ്പോൾ സിംഗിൾ ഫേസിനെ എഗെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് based on the configuration. Based on the configuration, it is again classified into half bridge, full bridge, and push-pull inverters. Okay, so these are the classifications of inverters. And the first one is single phase inverters. അപ്പോൾ ഇതിൽ നമ്മൾ സിംഗിൾ ഫേസും ത്രീ ഫേസും പഠിക്കുന്നു. അത്രേ ഉള്ളൂ ഈ മോഡ്യൂളിൽ. പിന്നെ ഈ ത്രീ ഫേസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു പൾസ് വിഡ്ത്ത് മോഡുലേഷന്റെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ ഈ മോഡ്യൂളിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ യു പി എസിന്റെ സെക്ഷൻ കഴിഞ്ഞു. ദെൻ ഇൻവെർട്ടേഴ്സിൽ സിംഗിൾ ഫേസ് ഇൻവെർട്ടേഴ്സും ത്രീ ഫേസ് ഇൻവെർട്ടേഴ്സും ഉണ്ട്. സിംഗിൾ ഫേസിൽ 3 ഉണ്ട്. ഹാഫ് ബ്രിഡ്ജ്, ഫുൾ ബ്രിഡ്ജ്, പുഷ് പുൾ ഉണ്ട്. ത്രീ ഫേസിന്റെ കുറച്ച് പൾസ് വിഡ്ത്ത് മോഡുലേഷന്റെ കാര്യങ്ങളും കൂടി ഉണ്ട്. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന്റെ ഓൺ ടൈമും ഓഫ് ടൈമും നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വി വിൽ ഡിസ്കസ് ദ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ. ഇൻ ദാറ്റ് വി വിൽ ഡിസ്കസ് ദ ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ. അപ്പൊ സർക്യൂട്ട് ഡയഗ്രം നോക്കുക. This is the circuit diagram or representation of half bridge inverter where there is a source DC. അപ്പൊ ഈ DC റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന VS എന്ന് പറയുന്നത് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആണ്. And that is given to two equal capacitances. C1 and C2 are identical capacitors. C1 ഉം C2 എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള capacitors ആണ്. So what happens is total നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന VS is divided across C1 and C2. So VS by 2 across C1 and VS by 2 across C2. And now there is switches. ഇത് പവർ സെമികണ്ടക്ടർ സ്വിച്ചസ് ആണ്. നോർമലി IGBTs ഒക്കെയാണ് യൂസ് ചെയ്യുക. ഇവിടെ ഒരു ആരോ മാർക്കും കൂടി ഉണ്ട് കേട്ടോ. ഈ തൊട്ട് താഴത്തെ Q2 ഇവിടെ ഒരു ആരോ മാർക്കും കൂടി ഉണ്ട്. So Q1 and Q2, these are the fast semiconductor switches. Then there is two diodes, D1 and D2. Hello? Okay, draw the diagram, draw the circuit diagram. നിങ്ങൾ രണ്ട് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ഫസ്റ്റ് വൺ ഇസ് വിത്ത് റെസിസ്റ്റീവ് ലോഡ്. അതായത് റെസിസ്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞാൽ ഈ സെയിം സർക്യൂട്ട് തന്നെ ഇതിൽ ഈ ലോഡിന്റെ അവിടെ നമ്മൾ ഒരു റെസിസ്റ്റർ വരയ്ക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ വിത്ത് റെസിസ്റ്റീവ് ലോഡ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് വൺ ആണ് RL ലോഡ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ വിത്ത് RL ലോഡ്. അപ്പൊ RL ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റെസിസ്റ്റർ ഉണ്ടാവും. ഇൻ സീരീസ് നമുക്ക് ഒരു ഇൻഡക്ടറും ഉണ്ടാവും. എനിക്കത് പ്രോപ്പറായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതാണ് RL ലോഡ്. അപ്പൊ നിങ്ങൾ രണ്ടായിട്ട് വരയ്ക്കണം. കാരണം ചിലപ്പോ എടുത്തു ചോദിക്കും ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് RL ലോഡ് ഹാഫ് ബ്രിഡ്ജ് ഇൻഡക്ടർ എന്നൊക്കെ എടുത്തു ചോദിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആറും എല്ലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കണം. ഇങ്ങനെയാണ്, ഒന്ന് സീരീസ് ആയിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. അപ്പൊ ലോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റെസിസ്റ്റർ അല്ലെങ്കിൽ RL ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ഹെഡിങ് കൊടുക്കുക, ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ വിത്ത് റെസിസ്റ്റീവ് ലോഡ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റർ മാത്രം വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് RL ലോഡ് ആണെങ്കിൽ ഇത് രണ്ടും വരയ്ക്കാം, റെസിസ്റ്ററും ഇൻ സീരീസ് വിത്ത് ആൻ ഇൻഡക്ടർ. And when you finish, you can leave. ബാക്കി പോർഷൻസ് നമുക്ക് നാളെ എടുക്കാം. നാളെ അവർ ഉണ്ടാവും കേട്ടോ. നാളെ പ്രോബബ്ലി 3rd അവർ, നാളെ 8th അവർ പവർ ഇലക്ട്രോണിക്സ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.